ഇതിൽ തൊടുന്നവരെ വെടിവെച്ച് കൊല്ലും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യത്തെ കോൾ സെന്ററിൽ പരിശോധനയ്ക്കെത്തിയ പോലീസ് സംഘം ആദ്യം ആ കാഴ്ച കണ്ട് ഞെട്ടി. ഇവിടെയുള്ള 40 കമ്പ്യൂട്ടറുകളും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. വിശദമായ പരിശോധനയിലാണ് രാജ്യാന്തര ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിന്റെ ഹൈടെക് കേന്ദ്രമാണിതെന്ന് മനസ്സിലായത്. വ്യാജ ലോൺ ആപ്പ് വഴി കോടികളുടെ തട്ടിപ്പ് നടത്തിയ സംഘം പോലീസിന്റെ വലയിലായി. സ്ഥാപനത്തിലുണ്ടായിരുന്ന 18 ഉത്തരേന്ത്യൻ സ്വദേശികളാണ് അറസ്റ്റിലായത്. ബിടെക് LLB ബിരുദധാരികൾ വരെയും തട്ടിപ്പ് സംഘത്തിലുണ്ടെന്നാണ് വിവരം. പോങ്ങുമൂട്ടിൽ 1.5 മാസം മുമ്പ് കെട്ടിടം വാടകയ്ക്കെടുത്താണ് സംഘം വ്യാജ കോൾ സെന്റർ രൂപീകരിച്ചത്. കസ്റ്റഡിയിലെടുത്ത 18 പേരിൽ ഭൂരിഭാഗവും ഉത്തർപ്രദേശ്, ഗുജറാത്ത് സ്വദേശികളാണ്. ലെൻജെറ്റ് എന്ന വിദേശ കമ്പനിയിൽ നിന്ന് വായ്പ തേടുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ചാണ് ഇവർ ആളുകളെ ബന്ധപ്പെട്ടിരുന്നത്. അമേരിക്കൻ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശ പൗരന്മാരെയാണ് ഇവർ പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത്. തട്ടിപ്പ് നടത്തുന്നതിന്റെ ഭാഗമായി US ഡോളറുകളായാണ് ഇവർ വായ്പയ്ക്കുള്ള പ്രോസസിംഗ് ഫീസും മറ്റും ഇടപാടുകാരിൽ നിന്ന് ഈടാക്കിയിരുന്നത്. തട്ടിപ്പിനായി ഉപയോഗിച്ച 50ഓളം കമ്പ്യൂട്ടറുകളും 100 കണക്കിന് സിം കാർഡുകളും മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തു. സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് സംഘം ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് നടത്തിയ ലഹരി വിരുദ്ധ പരിശോധനയ്ക്കിടയിലാണ് തട്ടിപ്പ് സംഘം വലയിലാകുന്നത്. That's a very good lead. Initially, police thought that there is one narcotic activity taking place there. അങ്ങനെയാണ് നമ്മുടെ ഡാൻസ് ഓഫ് ടീമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ കുറേയധികം കമ്പ്യൂട്ടേഴ്സിനും ആളുകൾ ഒരു കോൾ സെൻറ്റർ പോലത്തെ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പോലത്തെ കമ്പനി പോലത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവിടുത്തെ నుండి ഈ ലോൺ ആപ്സ് പോലത്തെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചെടുത്ത് അമേരിക്കയിലുള്ള ആളുകളിനെ ചീറ്റ് ചെയ്യുന്നതാണ്. അതിന് നമുക്ക് ഇവരിനെ 10 പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേറെ 2 പേര് ഇവിടുത്തെ ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. അവരിനെ കൂടി നമ്മൾ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. പോലീസ് എത്തുന്നതറിഞ്ഞ് വിമാനത്താവളം വഴി രക്ഷപ്പെടാൻ ശ്രമിച്ച സംഘത്തിലെ പ്രധാനിയായ കപിൽ എന്നയാളെ CISFന്റെ സഹായത്തോടെ പോലീസ് സാഹസികമായി പിടികൂടുകയായിരുന്നു. പ്രതികൾ സെർവർ ലോക്ക് ചെയ്തതിനാൽ കമ്പ്യൂട്ടറുകളും ഡിജിറ്റൽ രേഖകളും സൈബർ പോലീസിന്റെ സഹായത്തോടെ വിശദമായി പരിശോധിച്ച ശേഷം മാത്രമേ തട്ടിപ്പിന്റെ യഥാർത്ഥ വ്യാപ്തി വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.